ഹായ് ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എൻ്റെ ഏഞ്ചൽസ് എഗ് ചെയ്ത് നിൽക്കുന്നൊരു വീഡിയോ ആണിത്. ഓക്കെ, ഞാനൊരു 10 കുഞ്ഞുങ്ങൾ വാങ്ങിയിട്ടതാണ്. അതിലിപ്പോൾ കുറച്ച് വലുതായി, എല്ലാവരും വലുതായി വന്നപ്പോൾ പിന്നെ എണ്ണം കുറഞ്ഞു. 5 എണ്ണം അത്ര തന്നെ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അതിലിപ്പോൾ 2 എണ്ണം പെയറായിട്ടുണ്ട്, 2 സെറ്റായിട്ട് തന്നെ പെയറായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഒരു പെയർ എഗ് ചെയ്യാനുള്ള ടൈമായി. ഞാൻ ജോലി സ്ഥലത്ത് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് എഗ്ഗ് സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നൊരു വുഡിൻ്റെ പീസുണ്ട്. ആ വുഡിൻ്റെ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ചൊരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് എഗ്ഗ് ചെയ്തു. ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു, ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ചെന്ന ഉടനെ തന്നെ ടാങ്ക് ഫുള്ള് പായലുണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്തു. ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫിൽറ്റർ ഇട്ട് ആ ടൈമിലാണ് ഈ വുഡ് ചരിച്ച് വെച്ചത്. അതുകൊണ്ട് ഒന്നും ഫെർട്ടൈലായില്ല, ഒന്നും കിട്ടിയതുമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം എന്തായാലും അടുത്തതിൽ എഗ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് വീഡിയോസ് ഈ പേരിനെ മാറ്റിയിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നതാണ്. ഓക്കെ, എഗ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടത് ഫെർട്ടൈലാവുന്നതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്, പിന്നെ അതിൻ്റെ കെയറിങ് എല്ലാം ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണ് ഫിഷ് ടാങ്ക്. ഇത് പിന്നെ എല്ലാവരും കൂടെ ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് പോലെ എല്ലാ ഫിഷും കൂടെ ഒന്നിച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. ശ്രിമ്പിന് വേറെ ഉണ്ട്, ഇത് ഫിഷ് മാത്രമായിട്ടൊരു ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫിൽറ്ററിങ്ങിൻ്റെ സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുകളിൽ. അത് ഞാൻ എന്തായാലും ഇനി ഇപ്പോൾ ജോലി സ്ഥലത്താണ്, അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും ഒന്നെടുത്ത് കാണിച്ചു തരാം. നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഫുള്ള് ടാങ്ക് ക്ലീൻ ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ ബയോ ഫിൽറ്ററാണ്, സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതെന്തായാലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓരോ ഐറ്റംസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You are not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ടാങ്കാണ്. ഇത് 2x2x1.5 ഹൈറ്റുള്ള ടാങ്കാണ്. 2 അടി നീളം, 2 അടി വീതി, 1.5 അടി ഹൈറ്റുള്ളത്. ഇതിൽ ഞാൻ കുറച്ച് സ്നെയിൽസ് ഉണ്ട്, അസാസിൻ സ്നെയിൽസ് ഉണ്ട്, പിന്നെ സ്വിംസ്, പിന്നെ ഈ ഗപ്പീസ്. സ്വിംസിനെ അധികം ഉപദ്രവിക്കാത്തതുകൊണ്ട് ഗപ്പീസും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് വൈറ്റ് സാൻഡിൽ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ കറക്റ്റ് നോക്കുന്നതോ എടുക്കുന്നതോ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഫുള്ള് ഒരു കച്ചറ പോലായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ എല്ലാം ക്ലീനിങ് വീഡിയോസ്, പുതിയ റീസെറ്റിംഗ് വീഡിയോസ് എല്ലാം ഞാൻ ഇനി എന്തായാലും ചെയ്യുന്നുണ്ട്. ഒരു അടുത്ത 2-3 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് അടുത്ത വ്ളോഗ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗപ്പീസാണ്. ഗപ്പീസ് ക്രോസ് ആയതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് പേരില്ല. ഓക്കെ, പിന്നെ സ്നെയിൽസ് നമ്മുടെ അസാസിൻ സ്നെയിലാണുള്ളത്. ഇത് 2 അടുത്തടുത്ത് തന്നെയാണ്, ഹോളിൻ്റെ ഉള്ളിൽ 2 അടുത്തടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം കറണ്ട്, മോട്ടർ, അതിൻ്റെ എല്ലാ സ്വിച്ച് ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 സോക്കറ്റും 6 സ്വിച്ചും വെച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണത്.
അപ്പോൾ 2 ടാങ്കും അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഡിസ്കസ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നുണ്ട്, ഡിസ്കസ് ബ്ലൂ ഡയമണ്ടാണ് ഡിസ്കസ്. 2 പീസ് ഉണ്ടായിരുന്നു, 2 പീസും റെഡായി. ഞാൻ ഓരോ പ്രാവശ്യം വെള്ളം മാറ്റുമ്പോൾ ഞാനത് കറക്റ്റ് pH കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യാതായപ്പോൾ ഇത് 2 ഡെഡായിപ്പോയി. നമ്മൾ വളർത്തുന്നതിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ഡിസ്കസിനെ വളർത്താവൂ. ഓക്കെ, സ്ട്രിംസിനെല്ലാം നമുക്ക് ആർക്കാണെങ്കിലും വളർത്താം, കുറച്ച് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഡിസ്കസ് പോലുള്ള മീനുകളെ വളർത്തുമ്പോഴത്തേക്ക് നമ്മളത് എക്സ്ട്രാ മെയിൻ്റനൻസ്, അതല്ലെങ്കിൽ എക്സ്ട്രാ കെയറിങ് കൊടുക്കേണ്ടി വരും. അത്ര ക്ലിയറായിട്ട് നമ്മൾ കെയർ ചെയ്തെടുക്കേണ്ടി വരും. സ്വിംസ് ഫുള്ളിപ്പോൾ ക്രോസായിട്ട് പല പല വെറൈറ്റി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടുതലും ട്രാൻസ്പെറൻറ്റ് കളർ, അങ്ങനെയുള്ള കളറുകളാണ്. ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ബ്ലഡി മേരി ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ ഇതിലുള്ളത് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ട്രാൻസ്പെറൻറ്റ് കളർ പോലെ ഉള്ളതുണ്ട്. റെഡ് റില്ലി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കാണുന്നില്ല ഇതിൽ. കാരണം ഇത് കുറച്ചൊന്ന് ടാഡായിട്ട് എവിടെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ അതിനെ ആ സ്നെയിൽസ് അടിച്ച് ഫിനിഷാക്കും. 2-3 സ്നെയിൽസ് ഏകദേശം ഒരേ ടൈമിൽ ഒരേ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കുറച്ചൊരു പകുതി ചത്തതുപോലെയെങ്കിലും ഒരു മീനോ, അതിൻ്റെ അടുത്ത് കുറച്ച് ചത്തതുപോലെ മീനോ ശെമ്പോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഗ്രൗണ്ടിൽ ടച്ചായി നിന്നെങ്കിൽ അപ്പോൾ തന്നെ ആ സ്നെയിൽസ് അതിനെ ഫിനിഷാക്കും. നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അതാണ് നമുക്കുള്ള ശല്യം. ആപ്പിൾ സ്നെയിൽ മാക്സിമം വളർത്താതിരിക്കുന്നതാണ് നല്ലത്. കാണാൻ നല്ല രസമെല്ലാം ഉണ്ടാവും, പക്ഷെ ആപ്പിൾ സ്നെയിൽ പെട്ടെന്ന് ഇതാകും, മുട്ടയിട്ടിട്ട് പെട്ടെന്ന് പെരുകും. അതേസമയം ഇത് പെട്ടെന്ന് പെരുകത്തില്ല. ഇതിൻ്റെ എഗ്ഗ് വിരിഞ്ഞിറങ്ങണമെങ്കിൽ തന്നെ 40 ദിവസം അത്ര ടൈം എടുക്കും. 40-45 ദിവസം കുഞ്ഞുങ്ങൾ നമുക്ക് കാണണമെങ്കിൽ തന്നെ ടൈം എടുക്കും. പിന്നെ ഒരുപാട് ഒന്നും എഗ്ഗ് ചെയ്ത് ഇറങ്ങത്തുമില്ല. നമുക്ക് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ മീനുകൾ ഇതുപോലെ എന്തെങ്കിലും ടാഡായിട്ട് അതിൻ്റെ ഇടയിൽ പോയി കിടന്നെങ്കിൽ അപ്പം തന്നെ അതിനെ തട്ടും. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കണ്ട. ഓക്കെ.